സീസണിന്റെ തുടക്കത്തിലെ 4 മത്സരങ്ങൾ തോറ്റു എന്നതിനേക്കാൾ എങ്ങനെ തോറ്റു എന്നുള്ളതാണ് നമ്മളെയൊക്കെ കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ഫൈറ്റ് ബാക്ക് പോലും ഇല്ലാതെയാണ് നമ്മൾ ഓരോ മത്സരത്തിലും കീഴടങ്ങിയത്. ഇക്കാര്യം പറയാൻ പേഴ്സണലി എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ സ്റ്റിൽ നമ്മുടെ പ്ലേയേഴ്സിൽ പലരും യാതൊരു കമ്മിറ്റ്മെന്റും കാട്ടാതെ എന്തിനോ വേണ്ടി കളിക്കുന്നത് പോലെയാണ് ഇത്തവണ പന്ത് കെട്ടുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് കമന്ററി പറഞ്ഞത് നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ ലീഡർഷിപ്പ് കാട്ടാനോ താരങ്ങൾ തയ്യാറാവുന്നില്ല എന്നും നമ്മുടെ സീനിയർ പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒക്കെ ലീഡർഷിപ്പിലേക്ക് വരണമെന്നും അവർ പോലും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കോച്ചാണെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങിയ അവസ്ഥയാണ്. ഇനി കൂടുതലൊന്നും ഈ സീസണിൽ നോക്കാനില്ല. ഈ സീസൺ എങ്ങനെയെങ്കിലും സേവ് ചെയ്യുന്നത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് പുള്ളി പറയുന്നത്. മുമ്പൊരിക്കൽ ഹൈദരാബാദ് ഇന്ത്യൻ താരങ്ങളുടെ ബലത്തിൽ ISL കളിക്കാൻ ഇറങ്ങിയത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അവർ പല മാച്ചിലും പരാജയപ്പെട്ടു. പക്ഷെ ഓരോ മാച്ചിലും അവരുടെ ഒരു നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അത് ഫാൻസുകാരെ കുറച്ചു പേരെ ഉള്ളൂ എങ്കിലും എല്ലാ മാച്ചിലും അവർക്ക് സപ്പോർട്ടായി വരാനായിട്ട് കാരണമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ കേസിൽ നമ്മുടെ ആരാധകർ നമ്മളെ കൈവിട്ട മട്ടാണ്. ഒഴിഞ്ഞ ഗാലറിക്ക് മുമ്പിൽ കോവിഡിന് ശേഷം ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ക്ലബ്ബ് കളിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലും ഫാൻ കമ്മ്യൂണിറ്റിയിലും എല്ലാം പല ആരാധകരും പറയുന്ന ഈ സീസൺ സേവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. ലോൺ സ്പെൽ അവസാനിപ്പിച്ച് ക്യാപ്റ്റൻ ലൂണയെ തിരികെ കൊണ്ടുവരിക. ഈ ടീമിന്റെ എനർജിയും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറ്റാൻ ലൂണയ്ക്ക് കഴിയും. ലൂണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ആകാനും ലീഡർഷിപ്പ് കാട്ടാനും അയാൾ മുന്നിലുണ്ടാവും. ഉറപ്പായും നിലവിലെ അവസ്ഥയേക്കാൾ ടീമിനെ ബെറ്റർ ആക്കാൻ ആ ഒരു നീക്കത്തിന് കഴിയുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.